ഇന്ന് വെക്കാൻ പോകുന്നത് എന്താണെന്നറിയാം? ഒരു പ്രവാസി കറിയാണ്. പ്രവാസി പച്ചക്കറി ഇത് കാണിച്ചു തരാം കേട്ടോ. പ്രവാസി പച്ചക്കറി ഇത് കാണിച്ചു തരാം. ക്യാരറ്റ്, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളക്, പച്ചക്കായ് ഇതൊക്കെ ഇട്ടിട്ട് അത് ചെയ്യും. പച്ചമുളക് മാത്രമേ ഇടൂ. ഇഞ്ചിയും പച്ചമുളകും മഞ്ഞളും മാത്രമേ ഇടൂ, വേറെ ഒന്നും ഇടില്ല. എന്നിട്ട് എണ്ണയിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചാൽ കലക്കി ഒഴിക്കും കേട്ടോ. അത് ഞാൻ അടുത്ത ഇതിൽ ചെയ്ത് കാണിച്ചത്. അത് ഇതിലൂടെ തന്നെ ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പരിപാടി. ഇതാണ് പ്രവാസി വെജിറ്റബിൾ കറി. ഇത് പച്ചക്കായ്, പിന്നെ ഇതാണ് ക്യാരറ്റ്, കറിവേപ്പില, പിന്നെ വെള്ളരിക്ക ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം തിരുമ്മി വെക്കും. ലേശം ഉപ്പിടും. ഇതാണ് ഉപ്പ്. ഉപ്പിട്ട് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ലേശം കൂടെ തിന്നട്ടെ, കുഴപ്പമില്ല. നല്ലോണം കഴിക്കുക. കഴിച്ച് സെറ്റായി എല്ലാം റെഡിയാവും. എന്നിട്ട് പാത്രം എടുക്കും. നിങ്ങൾ വെക്കുന്ന പാത്രം ഇതാണ്. പാത്രം കഴുകുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ വറുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഞങ്ങൾ ചെയ്യുന്നത് മറ്റേ ഇതിലാണ്, സാൻഫോർഡിൻ്റെ ഇതിലാണ് ഞങ്ങൾ ചിക്കൻ ചെയ്യുന്നത്. മനസ്സിലായി? എന്നിട്ട് ഞങ്ങൾ കൂടുതലും വെജിറ്റബിളാണ് കഴിക്കുക. വെജിറ്റബിൾ കറി. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ബിരിയാണി കഴിക്കും, ചിക്കൻ ബിരിയാണി. നല്ലോണം ചൂടായി വരുമ്പോൾ അത് വെള്ളം കൂടി അതിൻ്റെ അകത്ത് രസം എണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയാണ്ട് സൂപ്പറാണ്. ഞങ്ങൾ വെളിച്ചെണ്ണ ഇല്ല, ഞങ്ങളുടെ അടുത്തുനിന്ന് സൺഫ്ലവർ ആഫിയൻ്റെ ഇതുണ്ട്. പിന്നെ ഒലിവ് ഓയിലുണ്ട്. രണ്ടും ഞങ്ങൾ യൂസ് ചെയ്യുന്നു. ഒലിവ് ഓയിൽ എന്നിട്ട് സിമ്പിൾ കറി ആയിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. ഓയിൽ ഇത്രയേ ഉള്ളൂ. ലേശം പിന്നെ ഒരു ഡപ്പി മതി. ഒന്ന് ഇതാക്കാൻ വേണ്ടി മാത്രം, ഒരു ചെറിയൊരു ഇതിന് മാത്രം. എന്നിട്ട് അത് ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടറാണ്. ചൂടായതിനു ശേഷം ഇതിടും. പച്ചക്കറി ഇതെല്ലാം കൂടി കേട്ടോ. അതാണ് പരിപാടി. അപ്പോൾ നമ്മളെ കറി കണ്ടേക്കൊക്കെ പൊളിഞ്ഞു. കറി കാണണം. അതാ ആ കറി ഞാൻ പറഞ്ഞ കറി അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. ഒന്നുമില്ല, ജീരകം, ചെറുള്ളി, തേങ്ങ ഇതെല്ലാം ഇട്ടിട്ട് അരച്ച് സെറ്റ് ചെയ്തത്. വേറെ ഒന്നുമില്ല ഇതിന് വേണ്ടി. പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ്. അപ്പം ഞങ്ങളൊരു 3-4 ദിവസത്തേക്കുള്ള കറി റെഡിയായി.
2 ദിവസം എത്ര ഉണ്ട സൂപ്പർ കറി. അതുകൊണ്ട് ഇങ്ങനത്തെ കറി കൂട്ട് കുറച്ച് ചോറ് കഴിക്കും, പൊളിക്കും, ഒരു അസുഖം പറ്റില്ല. മനസ്സിലായോ? ഇതാണ് കറികൾ. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇതാണ് ഞങ്ങളെ കിച്ചൺ. ഒരു ഭാഗത്ത് കറി, ഒരു ഭാഗത്ത് പിന്നെ ഞങ്ങളുടെ ഇതിൽ ചിക്കൻ ബന്ധമുണ്ടൊക്കെയാണ്. ചിക്കൻ ഉണ്ടായിരുന്നു.